വിജയിയുടെ നേതൃത്വത്തിലുള്ള സംഘാടകർക്ക് കൃത്യമായി അറിയാമായിരുന്നു, കൃത്യമായി അവർക്ക് ഇൻഫർമേഷൻ ലഭിച്ചതാണ് അവിടെ ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തെ വഹിക്കുവാനുള്ള ഒരു ശേഷിയില്ല എന്ന്. അങ്ങനെ അറിഞ്ഞിട്ടും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഒരു റാലി നടത്തുന്നു. ഇപ്പോൾ ഇത്ര വലിയൊരു അപകടം ഉണ്ടാകുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഒന്നും തന്നെ ഈ വിഷയത്തിൽ ഒന്നിനോട് പ്രതികരിക്കാതെ വിജയ് ചെന്നൈ വിട്ടിരിക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി നമ്മുടെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എങ്കിൽ കൂടി അങ്ങനെ ഒരു വിവരം കൂടി നമ്മളിലേക്ക് ലഭിക്കുകയാണ്. മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കി വിജയ് ട്രിച്ചി വിമാനത്താവളത്തിൽ നിന്നും ചെന്നൈയിലേക്ക് തിരിച്ചു എന്നൊരു വിവരവും നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ പറഞ്ഞു വെക്കുകയാണ്. രാജ്കുമാർ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇത്ര വലിയൊരു മരണസംഖ്യ അവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളടക്കം സ്ത്രീകളടക്കം ധാരാളം ആളുകൾ മരണപ്പെട്ടു. ഇനിയും മരണപ്പെടുവാനുള്ള ഈ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവരുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള സാഹചര്യവും വളരെ വലുതാണ്. ഇവിടെ ഇപ്പോൾ പലരും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ കേരള മുഖ്യമന്ത്രി, അതേപോലെ തന്നെ പ്രധാനമന്ത്രി, ഇപ്പോൾ ഇതാ രാഷ്ട്രപതി അനുശോചിച്ചു. എന്നാൽ വിജയുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള ഒരു പ്രതികരണവും ഈ വിഷയത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതും ഒരു ദുരൂഹമായി നമ്മുടെ മുന്നിലേക്ക് നിൽക്കുകയാണ്, അല്ലേ? അല്ല, അദ്ദേഹത്തിന് അതിന് പറയാൻ വാക്കുകൾ ഉണ്ടാകില്ല. കാരണം ഈ ഒരു ആശങ്ക നേരത്തെ തന്നെ ഈ ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. ചെന്നൈ ഹൈക്കോടതി അവിടെ വീറും വാശിയിലും താൻ ആരൊക്കെയോ ആണെന്ന് കാട്ടിക്കൂട്ടാനുള്ള ഒരു വ്യഗ്രതയിൽ ആ നിയമപരമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തന്നെ കാണാൻ വരുന്ന ജനങ്ങളുടെ സുരക്ഷ പ്രധാനമാണോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. നേരത്തെ തന്നെ ചില തമിഴ് മാധ്യമങ്ങളിൽ പറയുന്നത് 1900 അതായത് എംജിആറിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ആ ഒരു കാലയളവിൽ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് ഈ തമിഴ്നാട് കണ്ട ഏറ്റവും വലിയ ഒരു സൂപ്പർ സ്റ്റാർ കൂടിയാണ് തമിഴ് നടൻ MG രാമചന്ദ്രൻ എന്ന് പറയുന്ന MGR. അദ്ദേഹത്തെ കാണാൻ പാതിരാത്രി മുതൽ ആളുകൾ പിറ്റേ ദിവസം വരെ കാത്തിരുന്ന, ഗ്രൗണ്ടിൽ ഉറക്കമിളച്ച് കാത്തിരുന്ന കാലങ്ങൾ ഉണ്ടായിരുന്നു. അന്നൊന്നും ഇതിനേക്കാളും ജനങ്ങളും ഒക്കെ അവിടെ തിങ്ങിക്കൂടിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അവിടെ ഒരു ആളപായം സംഭവിച്ചിട്ടില്ല. എല്ലാവരെയും അദ്ദേഹം നിയന്ത്രിച്ചിരുന്നു, സമാധാനത്തോടെ ഇരിക്കാൻ നിർദ്ദേശിച്ചിരുന്നു, വേണ്ട ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അതെല്ലാം ഒരു മുൻപരിചയം എന്ന നിലയിൽ ഉണ്ടെന്നിരിക്കെ നടൻ വിജയ് മാത്രം പക്ഷെ അതിൽ നിന്ന് ഒരു വ്യത്യസ്തനായി മാറുകയും അദ്ദേഹത്തിനൊപ്പം ആ ജനങ്ങളെ എല്ലാം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആവേശം കൂടി. ഇതെല്ലാം തന്നോടുള്ള സ്നേഹത്തിൽ വരുന്നവരാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കിക്കൊണ്ട് അവരെല്ലാം ആവേശത്തിൽ കൂടുതൽ അവരെ ആവേശഭരിതരാക്കാനാണ് നടൻ വിജയ് ശ്രമിച്ചത്. അവിടെ അദ്ദേഹം സുരക്ഷയുടെ കാര്യം മറന്നു. ചെന്നൈ ഹൈക്കോടതിയുടെ അവിടെ ഒരു മുന്നറിയിപ്പ് അദ്ദേഹം മറന്നു. തമിഴ്നാട് പോലീസ് അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് ഇത്രയും വലിയ മോബിനെ നിയന്ത്രിക്കാനുള്ള ഒരു പോലീസ് സംവിധാനം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ തമിഴ് അവിടെ നേരത്തെ സംസാരിച്ച മാധ്യമപ്രവർത്തനം പറഞ്ഞനുസരിച്ചാണെങ്കിൽ 1,00,000 പേർ പങ്കെടുക്കുന്ന സ്ഥലത്ത് എത്ര പോലീസിനെ വിന്യസിക്കേണ്ടി വരും? അത്രയും മാത്രം പോലീസിനെ കൊണ്ടുവരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ലോ ആൻഡ് ഓർഡറിന്റെ ഒരു വലിയ പ്രശ്നങ്ങളുണ്ട്. ഇനി അല്ലെങ്കിൽ പട്ടാളത്തെ അവിടെ ഇറക്കേണ്ടി വരും. അപ്പൊ ഇതുപോലെയുള്ള മോബിനെ നിയന്ത്രിക്കുന്നത് പറഞ്ഞാൽ അവനവൻ സ്വയം നിയന്ത്രിക്കുകയും അല്ലെങ്കിൽ സംഘാടകർ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളും മുൻകരുതലുകളും നേരത്തെ തന്നെ ചെയ്യണമായിരുന്നു. അത്തരം അനുഭവങ്ങളെല്ലാം ഉണ്ടെന്നിരിക്കുകയാണ്. അതെല്ലാം അട്ടിമറിച്ച് മുന്നിൽ പോയതാണ് ഇപ്പോൾ ഈ 34 പേരുടെ അതിദാരുണമായ അന്ത്യത്തിനും ഒരു ദുരന്തത്തിനും ഈ വേലുച്ചാമിപുരം എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ശരി, വ്യക്തമാണ് രാജ്കുമാർ. കരൂരിലെ അപകടത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 34 മരണമെന്നാണ് ഔദ്യോഗികമായ സ്ഥിരീകരണം. എന്നാൽ 40-ലധികം ആളുകൾ മരിച്ചു എന്നുള്ള അനൌദ്യോഗിക റിപ്പോർട്ടുകളും നമ്മുടെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.